ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കുഴിക്കളരിയും അതിനുള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന കളരി ദൈവങ്ങളെക്കുറിച്ചുമാണ്. ഇത് വെറുമൊരു പരിശീലന കേന്ദ്രം മാത്രമല്ല, മറിച്ച് ആത്മീയതയും ശാസ്ത്രവും ചേരുന്ന ഒരു പവിത്രമായ ഇടമാണ്. ഏവർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. കളരി വിദ്യയിലെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ കളരി എന്ന ആ ഒരു സങ്കല്പം, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. കളരി എന്ന് പറയുന്നത് ഒരു വാക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് പല എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൽപ്പിക്കപ്പെടുന്നുണ്ട്. അതിൽ കളരിയെ നമ്മുടെ സംസ്കൃതപദമായ ഖളൂരിക എന്ന് പറഞ്ഞൊരു ദേവതയുണ്ട്, ദേവത സങ്കല്പമാണ്. അതിൽ നിന്ന് ആ ഒരു ആരാധനയുടെ ഭാഗമായിട്ട് വന്നതായിട്ടും, അല്ലെങ്കിൽ ഖളൂരി എന്ന് പറയുന്ന ഖളൂരിക എന്ന് പറഞ്ഞ ദേവിയായിട്ടും, ഖളൂരി എന്ന് പറയുന്നത് ഒരു നമ്മളെ ആയുധ പരിശീലനം നടത്തുന്ന ഒരു സ്ഥലമായിട്ടും കാണുന്നു. അപ്പൊ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന ഒരു വാക്കായിട്ട് കളരിയെ കാണുന്നുണ്ട്. അതാണ് വടക്കൻ കളരിയിലെല്ലാം നമ്മുടെ മനസ്സിലാക്കി പോകുന്നത്. പക്ഷെ ഈ പറഞ്ഞ പോലെ വടക്കൻ കളരി എന്ന് പറയുന്നത് നമ്മുടെ കേരളവുമായിട്ട് മാത്രം ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സംസ്കൃത പദവുമായിട്ട് ഈ ഒരു ഉത്തരേന്ത്യൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കളം എന്ന് പറയുന്ന ഒരു തമിഴ് വാക്കുണ്ട്. അപ്പൊ അതിൽ നിന്നും കളരി വന്നിരിക്കാം. ഈ രണ്ട് തരത്തിലുള്ള എക്സ്പ്ലനേഷൻസും അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും നമുക്ക് അതിൽ കാണാൻ പറ്റും. അഖാഡ, ഈ ഖരടി എന്നൊക്കെ പറഞ്ഞ് കർണാടകം അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം മുമ്പ് പരിശീലിച്ചിരുന്ന കായിക അഭ്യാസങ്ങൾ പരിശീലിച്ചിരുന്ന സ്ഥലങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പേര് കൊടുത്തിരുന്നു. അതൊക്കെ ഈ പറഞ്ഞ പോലെ കളരിയിലേക്ക് പരിണമിച്ചതും ആവാം. മുമ്പ് ആയുധാഭ്യാസങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കായികാഭ്യാസങ്ങളിൽ ശരീരത്തിന്റെ ഈ പറഞ്ഞ ഒരു സംസ്കൃതി ഉണ്ടാക്കുന്ന എല്ലാ സ്ഥലങ്ങൾക്കും ഒരു പേരിട്ട് വിളിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ ശാല എന്ന് പറയുന്ന ഒരു വാക്ക് പോലെ, നമ്മുടെ ശാല എന്ന് പറയുന്ന വാക്കിന് പഠിപ്പിക്കുന്ന ഏത് വിദ്യയും, കാന്തല്ലൂശാല പോലെ എന്ത് വിദ്യയും പഠിപ്പിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് കളരികളിലും പണ്ട് രണ്ട് തരത്തിലുള്ള വിദ്യാഭ്യാസങ്ങൾ നടന്നിരുന്നതായിട്ടാണ്. ഒന്ന് കായികാഭ്യാസവും അതിന്റെ ആ തരത്തിലുള്ള വിദ്യാഭ്യാസ രീതിയും, അല്ലാതെ നമ്മളെ എഴുത്തിനിരുത്തുന്ന രീതിയിലുള്ള. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ വിദ്യാരംഭ ദിവസങ്ങളിലൊക്കെ നമ്മുടെ എഴുത്തിനിരുത്തുന്നതും അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ പോലും എഴുതുന്നതും ആ ഒരു സങ്കല്പത്തെ ബേസ് ചെയ്തതാണ്. അതുപോലെ ഈ വാസ്തുവിദ്യ പ്രകാരം കളരി കെട്ടുന്നതിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. കളരികൾ വടക്കൻ കളരിയിലെ നമ്മളെ കളരി കുഴിക്കളരിയാണ്. അപ്പോൾ കുഴിക്കളരി എന്നും അംഗക്കളരി എന്നും രണ്ട് തരത്തിലാണ് കളരിയെ നമ്മൾ വാസ്തുശാസ്ത്രപരമായി നിർമ്മിക്കുന്നതിനൊരു ചട്ടക്കൂടുണ്ട്. കുഴിക്കളരി എന്ന് പറയുന്നത് 42 അടി കളരിയായിട്ടാണ് പറയുന്നത്. 42 അടി നീളവും അതിൻ്റെ പകുതി 21 അടി വീതിയുടെ പൊക്കവും അത് കണക്കാക്കിയാണ് ഒരു കുഴിക്കളരി പണിയുന്നത്. ഏകദേശം ഭൂമിയുടെ നിരപ്പിൽ നിന്നൊരു 4 അടി താഴ്ത്തിയാണ് നമ്മൾ ഒരു കുഴി ഉണ്ടാക്കി അതിനെ ഭിത്തി നിർമ്മിച്ച് നിലമൊക്കെ അടിച്ചുറപ്പിച്ചാണ് അത് ഉണ്ടാക്കുന്നത്. അംഗക്കളരി വ്യത്യാസമാണ്. അംഗക്കളരി ഒരിക്കലും പരിശീലനത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതല്ല. കുഴിക്കളരികളിലാണ് എല്ലാ പരിശീലനങ്ങളും നടക്കുന്നത്. അംഗക്കളരി ഈ അംഗം ദ്വന്ദ്വയുദ്ധം എന്നൊക്കെ നമ്മൾ രണ്ടുപേര് തമ്മിൽ അംഗം വെട്ടി തീരുമാനിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ അതിനുവേണ്ടി ഒരു തട്ട് പണിയുക, താൽക്കാലികമായ ഒരു തട്ട് പണിയുകയാണ് ചെയ്യുന്നത്. എപ്പോഴും പരിശീലനം ഒന്നും ഉണ്ടാവില്ല. പെർമനന്റ് ആയിട്ടുള്ള അതായത് സ്ഥിരമായി പണിഞ്ഞ തട്ടുകൾ നമുക്ക് വടക്ക് പല സ്ഥലങ്ങളിലും ഒക്കെ കാണാൻ പറ്റും. സാമൂതിരി അംഗം അങ്ങനെയുള്ള സ്ഥലങ്ങൾ, മാമാങ്കം, അതിനുള്ള തട്ട് പോലൊരു കൺസെപ്റ്റ് ഒക്കെ നമുക്ക് അങ്ങോട്ട് കാണാൻ പറ്റും. അല്ലാതെ പറയുന്നത് തച്ചനെ കൊണ്ട് ഒരു അംഗത്തട്ട് പണിയിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് അദ്ദേഹത്തിന് ദക്ഷിണ കൊടുത്ത് ഈ വാസ്തു പൂജ ചെയ്യിപ്പിച്ച് അദ്ദേഹമാണ് തട്ട് പണിയുന്നത്. തട്ട് കൈമാറുന്നത് ഒരു ചടങ്ങായിട്ടൊരു പൂജയായിട്ട് തന്നെ ചെയ്യുന്ന ഒരു രീതിയാണ് അതിനകത്തുള്ളത്. പിന്നെ കളരി, നമ്മള് കുഴിക്കളരിയാണല്ലോ നിത്യപരിശീലനത്തിന് അല്ലെങ്കിൽ ഒരു വെച്ച ആരാധനാ സങ്കല്പമൊക്കെ ഉള്ളത് കുഴിക്കളരിയിലാണ്. അപ്പൊ അതിന് നമ്മള് സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ കുറെ പ്രാധാന്യം അല്ലെങ്കിൽ അതിന് കുറച്ച് ചിട്ടവട്ടങ്ങൾ പറയുന്നുണ്ട്. ഈ ശ്മശാന ഭൂമി, പൊതുവേ നമ്മൾ അമ്പലങ്ങൾ പണിയാൻ എടുക്കുന്നത് പോലെ അല്ലെങ്കിൽ നല്ല വീട് നമ്മൾ പണിയാൻ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ താഴ്ന്ന ഭൂമി എന്ന് പറഞ്ഞാൽ ചെളിയുള്ള ഭൂമി അല്ലെങ്കിൽ പൂഴിമണ്ണുള്ള ഭൂമി, വലിയ മൈതാനം, അതായത് ഒരു വൃക്ഷങ്ങളും ഇല്ലാതെ പ്ലെയിനായിട്ട് കിടക്കുന്ന മൈതാനം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും തന്നെ കളരി കെട്ടാൻ അനുയോജ്യമല്ല എന്നാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത്. നല്ലതെന്ന് പറയുന്നത് അമ്പലങ്ങൾ, ഏതെങ്കിലും വലിയ അമ്പലങ്ങളോട് ചേർന്നോ അല്ലെങ്കിൽ പണ്ട് തറവാടുകളോട് ചേർന്നോ ഒക്കെയാണ് ഒരു നല്ല സ്ഥലം നോക്കിയാണ് കളരി കെട്ടുന്നത്.
സാധാരണ ഗുരുക്കന്മാര് ചെയ്യുന്നത് ഇപ്പൊ നമ്മളൊരു സ്ഥലത്തേക്ക് ഗുരുവിനെ ക്ഷണിച്ച് പണ്ടത്തെ രീതി അതായിരുന്നു. ഒരു നാട്ടിലേക്ക് ഒരു ഗുരുക്കളെ പുറത്തുനിന്ന് കൊണ്ടുവരും, അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു കളരി കെട്ടാൻ പറയുന്നത്. അപ്പൊ അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് എവിടെ കളരി കെട്ടണം. അദ്ദേഹത്തിന് 2-3 സ്ഥലങ്ങൾ കാണിക്കും. അപ്പോൾ അതിനകത്ത് നമ്മളൊരു സ്ഥലം കണ്ടെത്തുന്ന, അതിനകത്ത് 4 ഖണ്ഡങ്ങളായിട്ടാണ് നമ്മൾ സാധാരണ ഒരു വാസ്തുശാസ്ത്രപരമായ ഒരു ഭൂമിയെ തിരിക്കുന്നത്. വായുഖണ്ഡം, യമഖണ്ഡം, ഈശഖണ്ഡം, പിന്നെ മനുഷ്യഖണ്ഡം. ഈ മനുഷ്യഖണ്ഡത്തിൽ നമുക്ക് വാസയോഗ്യമായ ഒരു ഭവനം നിർമ്മിക്കാവുന്നു. ഈശഖണ്ഡത്തിൽ ഈ പറഞ്ഞ പോലെ കളരിയോ അല്ലെങ്കിൽ ഏതൊരു ഈശ്വര സങ്കല്പവും നമുക്ക് അവിടെ മറ്റ് 2 വായുഖണ്ഡവും യമഖണ്ഡവും നമ്മൾ ഇന്ന് ഒഴിവാക്കി നിർത്തുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ ആദ്യം കളരി കെട്ടിയിട്ട്, ഇപ്പൊ ഗുരുക്കൾ ഇവിടെ ചെയ്തിട്ടുള്ളതാണെങ്കിൽ പോലും ആദ്യം കളരി കെട്ടിയിട്ടാണ് പിന്നെ വീട് കെട്ടിയിരിക്കുന്നത്. അപ്പൊ ഈശ്വരാരാധന സങ്കല്പത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അതിനനുയോജ്യമായ അതിനടുത്തായിട്ട് ഒരു വീട് കെട്ടുക എന്നുള്ളത് ആ രീതിയിൽ നമുക്ക് ചെയ്യാം. തെക്ക് പടിഞ്ഞാറേ മൂല ഉയർന്ന ഭൂമിയിലായിരിക്കണം കളരി കെട്ടേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ മരങ്ങള് ഒക്കെ അതിനൊക്കെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. എല്ലാം നമുക്കൊന്നും നോക്കാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഭൂമിയുടെ ഒരു അവസ്ഥയെങ്കിലും നോക്കി അത് ചെയ്യുന്നതാണ് നല്ലത്. ഈ ചതുപ്പ്, വെള്ളക്കെട്ടുള്ളത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കളരി കെട്ടിയാൽ ദോഷമെന്നതിനപ്പുറം പ്രായോഗികമായ വല്ല ബുദ്ധിമുട്ടുകൾ നമ്മൾ കുഴിച്ച് വരുമ്പോഴത്തേക്ക് അപ്പൊ ചിലപ്പോൾ വെള്ളം കണ്ടില്ലെങ്കിൽ പോലും മഴക്കാലത്ത് വെള്ളം കയറാനോ ഒക്കെ നശിച്ചു പോകാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട്. അത് പല സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. കരിങ്കല്ല് കുഴിക്കുന്ന ഭൂമിയൊക്കെ ഉണ്ട്, നമ്മുടെ ക്വാറി പോലുള്ള അതുപോലുള്ള സ്ഥലങ്ങൾ പോലും അതിന് റെക്കമെൻഡബിൾ അല്ല. അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിലെ ബുദ്ധിമുട്ട് വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുമുണ്ട്. അപ്പൊ അതാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് കളരിയുടെ അളവാണ്. ഈ 42 അടി കളരി എന്ന് പറയുന്നത്. 42 അടി എന്ന് പറഞ്ഞാൽ നമ്മള് ഇപ്പൊ ഉപയോഗിക്കുന്ന ഫീറ്റ് അല്ല, ആ അടിയല്ല കണക്കായിട്ട് അവര് കൂട്ടുന്നത്. പണ്ട് അങ്കുലവും കോലും ഒക്കെയാണ് കണക്കായിട്ട് എടുത്തിരുന്നത്. അതിനെക്കാട്ടി എളുപ്പത്തിൽ പല വ്യാഖ്യാനങ്ങളും ചെയ്യുന്നത് ഗുരുക്കളുടെ, ആരാണോ കളരി നടത്താൻ ഉദ്ദേശിക്കുന്ന ഗുരുക്കളുടെ കാലിന്റെ അടി, അതാണ് അതിന്റെ നീളമായിട്ട്. അങ്ങനെ 42 അടി എടുത്ത് അതിന്റെ നീളം നിശ്ചയിക്കുന്നു. 21 അടി അത് വെച്ച് അതിന്റെ വീതി നിശ്ചയിക്കുന്നു. ആ വീതി തന്നെയാണ് പൊക്കമായിട്ട് നമ്മൾ എടുക്കുന്നത്. ഇതാണ് സാധാരണ എടുക്കുന്നത്. അല്ലെങ്കിൽ കോലായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് ഏകദേശം ഒരു മാനം അല്ലെങ്കിൽ ഒരു അളവ് സ്വീകരിക്കാനായിട്ട് 7 കോല് വീതിയും 14 കോല് നീളവുമായിട്ട് എടുത്ത് 7 കോല് തന്നെ പൊക്കമായിട്ട് എടുത്ത് ചെയ്യാം. പണ്ട് മേൽക്കൂര പണിഞ്ഞാണ്, അതായത് നമ്മുടെ കഴിക്കോല് വാരിയൊക്കെ അടിച്ചുകൂട്ടി ഒരു ബന്ധമുണ്ടാക്കി അതിനകത്ത് പിന്നെ ചീപ്പോട് എന്ന് പറഞ്ഞാൽ പണ്ട് അമ്പലങ്ങളിലൊക്കെ ഇടുന്ന ചെറിയ ചെറിയ ഓടുകളുണ്ട്. ആ ചീപ്പോടുകൾ കൊണ്ട് മേഞ്ഞ് ഇത് നമ്മുടെ റൂഫ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ മേൽക്കൂര പണിയണം എന്നാണ് വിധിച്ചിരിക്കുന്നത്. ഇപ്പൊ പല പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്, നമ്മൾ മറ്റുള്ള ഓടുകളാണ് ഉപയോഗിക്കുന്നത്. ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച്. പക്ഷെ ഇപ്പോഴും ഹൈറ്റും ഈ ലെങ്ത്തും ഒക്കെ നമ്മൾ അങ്ങനെ തന്നെ തുടർന്ന് പോവുകയാണ് ചെയ്യുന്നത്. പണ്ട് തൂണുകളൊക്കെ സ്ഥാപിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ തൂണുകളൊക്കെ മാറി നമ്മൾ കരിങ്കല്ല് കെട്ടിയോ അല്ലെങ്കിൽ ഇഷ്ടിക കെട്ടിയോ ഒക്കെ എടുക്കും. പണ്ട് മരത്തിന്റെ തൂണുകള് കിഴക്ക് പടിഞ്ഞാറ് ദിശയിലാണ് കളരി പണിയേണ്ടത്. ഒരു ഭൂമിയുടെ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലാണ്, അതാണ് നീളമായിട്ട് എടുക്കുന്നത്. അപ്പൊ 2 വശത്തും വലിയ തൂണുകൾ നിർത്തുന്നു, സൈഡുകളിൽ ചെറിയ തൂണുകൾ നിർത്തുന്നു. ഈ സൈഡിലുള്ള തൂണുകൾക്ക് ഉള്ള ഹൈറ്റും മേളിലത്തെ മേൽക്കൂരയായിട്ടൊരു ബന്ധമുണ്ട്. ഏകദേശം മേൽക്കൂര നിലത്ത് തട്ടുന്ന രീതിയിലായിരിക്കും. അതുകൊണ്ട് ആ ചരിവ് അങ്ങനെയാണ് അവര് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ ഏകദേശം നമ്മുടെ ഒരു കഴുത്ത് വരെ ഒരാളുടെ ഭൂമിക്കടിയിലായിരിക്കും. അപ്പൊ അതിനകത്തുള്ള വായു സഞ്ചാരം, അതിനകത്തുള്ള തണുപ്പ്, ഇതെല്ലാം കളരിയിലെ പരിശീലനത്തിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു വലിയൊരു എക്സേഷൻ അതിനകത്ത് നമ്മൾ ചെയ്താൽ പോലും, അത്രയും കഠിനാധ്വാനം ചെയ്താലും നമുക്ക് ക്ഷീണം അല്പം കുറവായിരിക്കും. ഇപ്പൊ തന്നെ നമുക്ക് 2 തരത്തിലല്ലേ നമ്മളിവിടെ കളരി ചെയ്യിപ്പിക്കുന്നത്. ഒരു മുകളിലൊരു റൂം ഉണ്ട് ഇവിടെ. അപ്പൊ വെൽഡ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ക്ഷീണിക്കുന്ന പോലെ ഒന്നും, കാരണം വായു നമ്മൾ കൂടുതൽ വലിച്ചെടുക്കുന്നുണ്ട്, ഡയറക്ട്ലി നമ്മൾ എയറുമായിട്ട് എക്സ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ചെറിയ അഴികളൊക്കെ ഉണ്ടായിരുന്നു. മുമ്പ് നമ്മളെ കളരിയിലും ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളത് മോഡിഫൈ ചെയ്തപ്പോഴാണ് അഴികൾക്ക് വരെ വലിയൊരു സ്പേസ് ആക്കി മാറ്റിയത്. അഴികൾ കൂടെ മാത്രമാണ് വെളിച്ചം പോലും കിടക്കുന്നത് കളരിയിൽ. ആ ഒരു സങ്കല്പത്തിലാണ് കുഴിക്കളരികളെല്ലാം കെട്ടുന്നത്. ഗുരുക്കളെ, നമ്മൾ ഈ കളരിക്കുള്ളിൽ പ്രവേശിക്കുമ്പോൾ തൊഴുതിട്ടല്ലേ കയറുന്നത്. അതിനുശേഷം ഈ തൊഴുതു വരുമല്ലോ, ആ ഒരു പ്രതിഷ്ഠ സങ്കല്പം, അതിനെ കുറിച്ചൊന്ന്. കളരി തുടങ്ങുന്നത് ഞാൻ ഈ പറഞ്ഞ നമ്മളൊരു അളവെടുത്ത് ഒരു കുഴി കുഴിച്ച് ഇതെല്ലാം ചെയ്തു. അതിനുശേഷം ഭൂമി പൂജ, സുദർശന പൂജ, സുദർശന ഹോമം, പിന്നെ അഷ്ടദിക്പാലകര് അല്ലെങ്കിൽ ഭൂതഗണങ്ങൾക്ക് വേണ്ടി 8 ദിക്കിലും ബലിയൊക്കെ കൊടുത്ത് വേണം കളരി തുടങ്ങാനെന്നാണ് പറയുന്നത്. അതിനുശേഷം കളരിക്ക് ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ പൂത്ര സങ്കല്പമാണ്.
നിലത്ത് നമ്മൾ തൊട്ട് തൊഴുന്നു, ഭൂമിയെ വന്നിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആദ്യം തൊഴുന്നത് പൂത്രയാണല്ലോ. പൂത്ര ആണ് കളരിയുടെ പരദേവതാ സങ്കല്പം എന്ന് പറയുന്നത് പൂത്രയാണ്. അത് രണ്ട് തരത്തിലുള്ള ആൾക്കാർ എടുക്കാറുണ്ട്. ശക്തിയായിട്ടും അല്ലെങ്കിൽ ശിവനായിട്ടും, രണ്ടും കൂടെയും എടുക്കാം. നമ്മുടെ കളരിയിലൊക്കെ ഗുരുക്കളൊക്കെ പറഞ്ഞിരിക്കുന്ന ശക്തിയും ശിവനുമായിട്ടാണ്. അത് അർദ്ധനാരീശ്വര സങ്കല്പം പോലെ അല്ലെങ്കിൽ കാലഭൈരവനെ പോലെയും കാലഭൈരവയെ പോലെയും സങ്കല്പിച്ച് കുടി ഇരുത്തി പൂജ ചെയ്തു കൊള്ളുക എന്നാണ് വിധിച്ചിരിക്കുന്നത്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ അതിനെ കാണുന്നത്. അത് ഒരു 7 തട്ടുള്ള ഒരു 7 തട്ടുകളുള്ള, സാധാരണ നമ്മൾ കാണുന്ന ഒരു വിഗ്രഹമായിട്ടല്ലല്ലോ കളരിയിലെ പ്രതിഷ്ഠ ഒന്നും തന്നെ. 7 തട്ടുള്ള ഒരു പീഠമായിട്ടാണ്, മണിപീഠം എന്നാണ് അതിനെ പറയുന്നത്. പൂത്ര പണിയുമ്പോൾ നമ്മള് കന്നിമൂല കേന്ദ്ര ബിന്ദുവാക്കിയാണ് ഒരു വ്യാസം ഉണ്ടാക്കുന്നത്, ഒരു അർദ്ധവൃത്തം. അപ്പോൾ അതിന് ഒരു കോൽ 7 വിരൽ അല്ലെങ്കിൽ 4 വിരൽ ആണ് നമ്മൾ എടുക്കുന്ന. ആ ഒരു ഇതിനകത്ത് ഒരു ഹാഫ് സർക്കിൾ, ഒരു അർദ്ധവ്യാസം ഉണ്ടാക്കുന്നു. അതിനകത്തുനിന്ന് ആദ്യത്തെ തട്ട് ഒരു 8 വിരൽ പൊക്കത്തിന് ആദ്യത്തെ തട്ടുണ്ടാക്കുന്നു. അതിൽ നിന്ന് പിന്നെ അകത്തോട്ട് കയറ്റിയാണ് എല്ലാ തട്ടുകളും. എല്ലാം ചെറുതായി ചെറുതായി വരും. അപ്പൊ ഓരോ തട്ടുകളും 3 വിരൽ അകത്തേക്ക് ഒതുക്കി കെട്ടണമെന്ന്. അപ്പൊ കെട്ടി നമ്മൾ മേളിലേക്ക് വരുമ്പോഴത്തേക്കും 7 തട്ടുകൾ അങ്ങനെ പണിയും. അതാണ് ഈ മണിപീഠം എന്ന് പറയുന്നത്. അതിന് മുകളിൽ സ്ഥാപിക്കുന്ന മണി എന്ന് പറയുന്നത് നമ്മൾ ഈ കൂമ്പാണ്, ഒരു കൂമ്പിന്റെ ആകൃതിയിൽ സ്ഥാപിക്കുന്നത്. ഇത് ചെങ്കല്ല് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം, കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കാം, മണ്ണ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ ഈ തട്ടുകൾ പണിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുന്ന പ്രധാന പ്രതിഷ്ഠയാണ് ഈ കൂമ്പ് സ്ഥാപിക്കുക എന്നുള്ളത്. അതൊരു പ്രാണപ്രതിഷ്ഠയായിട്ടാണ് കാണുന്നത്. പ്രതിഷ്ഠകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത്. അപ്പൊ അത് ഗുരുക്കള് അദ്ദേഹത്തിന്റെ പ്രാണന്റെ ഒരു ഭാഗം ഈ പറഞ്ഞ പൂജാവിധികളോടുകൂടി ചേർത്ത് പ്രതിഷ്ഠിക്കുന്നതാണ്. അത് ചെയ്യുന്നതിനും ചില തന്ത്രവിധികളുണ്ട്. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മുടെ കളരി പൊളിക്കുകയാണ് അല്ലെങ്കിൽ കളരി അവസാനിപ്പിക്കുകയാണ് എങ്കിൽ അത് മാറ്റുന്നതിനും ചില പൂജാവിധികൾ പറയുന്നുണ്ട്. അഭിഷേകം പോലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ജലധാരാഭിഷേകം പോലെ. ശിവനാണ് നമ്മൾ അതിനകത്ത് സങ്കല്പം. അപ്പൊ അത്രയും കലഭൈരവൻ എന്ന് പറയുന്നത് വളരെ ശക്തമായ ഒരു ആരാധന സങ്കല്പമാണ്. എല്ലാ ആയുധങ്ങളുടെ അധിപനായിട്ടാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അത്രയും പ്രാധാന്യമുള്ള പ്രതിഷ്ഠയാണ് കളരിക്കകത്തുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ നമുക്കുള്ളത് നാഗത്തറയാണ്. നാഗഭഗവതി അല്ലെങ്കിൽ നാഗത്തറ, അത് നാഗ ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു പീഠം. അത് കഴിഞ്ഞതിന് ശേഷം ഗണപതിത്തറ, പൊന്നിൻ ഗണപതിയെ കുടിയിരുത്തി നമ്മള് പൂജിക്കണമെന്ന് പറയുന്ന ഒരു വിധി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഗുരുത്തറ വരുന്നത്. ഗുരുത്തറയില് സിംഹയോനിയിൽ പണിയുന്ന ഒരു 2 പീഠങ്ങൾ വേണമെന്നുണ്ട്. അത് മരത്തിന്റെ പീഠങ്ങൾ, 4 കാലുള്ള സിംഹയോനി എന്ന് പറയുന്നത് അതിനൊരു 6.25 അങ്കുലം ഈ വിരൽ എന്ന് നമ്മൾ പറയുന്ന ആ ഒരളവില് സ്ക്വയർ ആയിട്ട് നമ്മളൊരു പീഠം ഉണ്ടാക്കുക. 2 എണ്ണം വെക്കാം, 1 എണ്ണം വെക്കാം. അതായത് 2 എണ്ണം വെക്കുന്നത് ഒരു സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരെണ്ണം നമ്മള് 3721 ഗുരുക്കന്മാര് കളരിയുടെ ആദ്യം നമ്മൾ പറഞ്ഞില്ലേ, ചരിത്രം പറഞ്ഞ ആദ്യം തുടങ്ങിയ ആൾക്കാർ സങ്കല്പിച്ച ഒരു പീഠവും നമ്മുടെ ഗുരുപരമ്പര സങ്കല്പിച്ച് മറ്റൊരു പീഠവും വയ്ക്കും. പക്ഷെ നമ്മുടെ കളരിയിൽ ഒരു പീഠവേ വെച്ച് നമ്മൾ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ധനുക്കോണില് ഒരു അന്തിമഹാളൻ അല്ലെങ്കിൽ അന്തിമഹാള വീരൻ എന്ന് പറഞ്ഞ ശിവന്റെ തന്നെ മറ്റൊരു സങ്കല്പം. മീനക്കോണില് നമ്മുടെ ഭദ്രകാളിയുടെ സങ്കല്പം. അത് കഴിഞ്ഞ് വേട്ടയ്ക്കൊരു മകൻ അല്ലെങ്കിൽ വേട്ടയ്ക്കാരൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം. അത് മിഥുനക്കോണിലാണ്. ഇത്രയാണ് കളരിക്കകത്തുള്ള നമ്മളെ പ്രതിഷ്ഠകളായിട്ട് സങ്കല്പിച്ച് ചെയ്യുന്നത്. ഇതിനകത്ത് പലതും പ്രതിഷ്ഠകൾ വേണം നിർബന്ധമില്ല. പക്ഷെ ഇതെല്ലാം നമ്മൾ സങ്കല്പമായതുകൊണ്ട് നമ്മുടെ കളരിയിലെല്ലാം പ്രതിഷ്ഠയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചില കളരികളിൽ 3 പ്രതിഷ്ഠയാണ് പ്രധാനമായിട്ട് ചെയ്യാറ്. അവര് പൂത്തറ, ഗുരുത്തറ, ഗണപതിത്തറ, ഇതെങ്കിലും വേണം മിനിമം. നമ്മൾ അങ്ങനെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഗുരുക്കളെ, അതുപോലെ ഈ വടക്കൻ കളരിയിലും തെക്കൻ കളരിയിലും ഇതേ രീതിയിൽ തന്നെയാണോ ഈ പ്രതിഷ്ഠകൾ? പ്രതിഷ്ഠകളില്ല. തെക്കൻ കളരിയില് അങ്ങനെ ഒരു കൃത്യമായ ഒരു വിധി കളരി പരിശീലന കേന്ദ്രത്തിന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുഴിക്കളരി എന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് തെക്കൻ കളരിയിലൊന്നും പറയുന്നില്ല. ആരാധിക്കുന്ന ശിവനെ തന്നെയാണ്. കാരണം നമ്മൾ 64 കലകൾ പറയുമ്പോൾ അതിന്റെ എല്ലാം ഈ കാരണഭൂതനായിട്ട് പറയുന്നത് ശിവനെയാണ്. അപ്പൊ അവര് തമിഴ് സിദ്ധ ഈ ശാസ്ത്രം അല്ലെങ്കിൽ സിദ്ധന്മാരുടെ ഈ 18 സിദ്ധന്മാരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരെല്ലാവരും തന്നെ ശിവനെ ആരാധിക്കുന്നവരാണ്. അപ്പൊ ആ ഒരു ശൈവ രീതിയാണ് ആരാധനകളിലൊക്കെ കാണുന്നത്. പക്ഷെ ഈശ്വര സങ്കല്പമോ ഈശ്വരനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള സങ്കല്പമോ കളരിക്കകത്ത് എവിടെയെങ്കിലും വിധിക്കുന്നില്ല.
അമ്പലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ കളരി പഠിപ്പിക്കുമ്പോൾ വടക്കൻ കളരിയിലാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് പഠിപ്പിക്കണമെന്നും ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നും അതിന് കൃത്യമായ ഒരു പൂജാവിധിയും ഒക്കെ പറയുന്നത്. ഗുരുക്കളെ, നമ്മുടെ ഈ കളരിയിലെ പൂജാ സമ്പ്രദായങ്ങൾ എന്തൊക്കെയാണ്? പൂജാ സമ്പ്രദായം കളരി തുടങ്ങുമ്പോൾ ഉള്ള പ്രതിഷ്ഠയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ. അതിനുശേഷം പ്രധാനമായും കളരിയിലെ പൂജ എന്ന് പറയുന്നത് വിദ്യാരംഭ സമയത്തുള്ള പൂജ. നിത്യപൂജകളുണ്ട്. നിത്യപൂജയിൽ എന്നും നമ്മൾ ചെയ്യുന്ന പൂത്ര തുമ്പക്കഴുത്ത് കൊണ്ട് അലങ്കരിക്കണമെന്നാണ് പറയുന്നത്. നമുക്ക് തുമ്പക്കഴുത്തൊന്നും എന്നും കിട്ടാത്തതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന പൂജാദ്രവ്യങ്ങൾ കൊണ്ട് പൂജ നമുക്ക് ചെയ്യാം. പൂത്ര എന്ന് പറയുന്നത് പൂവിടുന്ന തറയാണ്. അപ്പൊ പൂവ് എല്ലാ പീഠങ്ങളിലും ഇടണം. നമ്മൾ പൂത്രയിലും അലങ്കരിച്ചതിന് ശേഷം വിളക്ക് കത്തിച്ച് ചന്ദന തിരി കത്തിച്ചാണ് നമ്മൾ കളരി പരിശീലനം. അതെന്നും ഉള്ളതാണ്. രാവിലെയും വൈകുന്നേരവും 2 നേരം നമ്മൾ നിത്യമായും ചെയ്യേണ്ടതാണ്. പ്രധാന പൂജ അല്ലെങ്കിൽ വിശിഷ്ട നമ്മൾ ചെയ്യേണ്ട പൂജ പ്രധാനമായും പറയുന്നത് വിദ്യാരംഭ സമയത്താണ്. പരശുരാമ സങ്കല്പമാണ് കളരി. അപ്പോ കളരിയുടെ ഉത്ഭവം പറയുമ്പോൾ തന്നെ ആഢ്യരെ കൊണ്ടുവന്ന് പൂജാദികൾ ചെയ്യിപ്പിച്ച് പ്രതിഷ്ഠകൾ കഴിപ്പിച്ചു എന്നാണ് അതിനകത്ത് പറഞ്ഞു പോകുന്നത്. അപ്പൊ വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ബ്രാഹ്മണരെ കൊണ്ടുവന്ന് ഒരു പൂജ ചെയ്യിപ്പിക്കണം. നമ്മൾ നവരാത്രി ഉത്സവത്തോട് ബന്ധപ്പെടുത്തി 3 ദിവസത്തെ പൂജയാണ് കളരിയിൽ പ്രാധാന്യമുള്ളത്. ദുർഗാഷ്ടമി, വിജയദശമി, മഹാനവമി. ഇതിനകത്ത് 3 ദിവസം നമ്മൾ പൂജ വയ്ക്കും. അവസാനത്തെ ദിവസം രാത്രി ആണ്, അതായത് വിജയദശമിയുടെ അന്ന് വെളുപ്പാങ്കാലത്ത് അല്ലെങ്കിൽ തലേന്ന് രാത്രി നമ്മൾ 2 പൂജകൾ ചെയ്യിപ്പിക്കണമെന്നാണ്. അന്ന് ഗണപതി ഹോമം, പിന്നെ ഒരു ഭഗവതി സേവ, ഇതാണ് ചെയ്യുന്നത്. അപ്പൊ അത് ബ്രാഹ്മണരെ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യിപ്പിക്കും. ബാക്കി എല്ലാ പൂജകളും നമുക്ക് തന്നെ ചെയ്യാവുന്നത് ഗുരുക്കളുടെ ഉത്തരവാദിത്തമാണ്. ഈ ഒരു ദിവസം അവരുടെ ഉത്തരവാദിത്തമാണ് ചെയ്യേണ്ടത്. അത് നമ്മുടെ ഒരു വർഷത്തിന്റെ പുതിയ തുടക്കമായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മളെ പ്രായോഗിക തലത്തിൽ നമ്മള് പുതിയ ആൾക്കാരെ അഡ്മിഷൻ എടുക്കും. എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. പണ്ട് പുതിയ കുട്ടികളെ കളരിയിൽ തുടങ്ങിക്കുന്നതും ആയുധാഭ്യാസം പുതിയതായിട്ട് തുടങ്ങിക്കുന്നതും ഒക്കെ ആ ദിവസമാണ്. അതിന് ചൂടുമാറ്റം എന്നാണ് പറയുന്നത്. അന്നാണ് കച്ചയൊക്കെ കൊടുത്ത് ദക്ഷിണ വച്ച് അത് വാങ്ങുന്നതും ഒക്കെ. ആ സമയത്തും വിദ്യാരംഭ ദിവസമായതുകൊണ്ട് നമുക്ക് അതിനകത്തൊരു പൂജാവിധി പ്രത്യേകം കളരി ഗുരുക്കൾ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതിനകത്ത് നമ്മൾ വെള്ളരിക്ക, ഈ നിറനാഴി, പല ദ്രവ്യങ്ങള്, പിന്നെ അത് കൂടാതെ വെറ്റില, പാക്ക് ഇതൊക്കെ വെച്ച് ദക്ഷിണയായിട്ട് സങ്കല്പിച്ച് വെച്ചിട്ട് പിന്നെ ഈ അരി എല്ലാ പീഠങ്ങളിലേക്കും അരി തൂവുക എന്ന് പറയും. ഒരു പ്രത്യേക രീതിയിൽ അത് ചെയ്യുക, വിളക്ക് വയ്ക്കുക, കത്തിക്കുക. ഇതാണ് വിദ്യാരംഭ ദിവസം ചെയ്യുന്നൊരു കളരിയില്. പിന്നെ ഒരു സങ്കല്പമാണത്. സങ്കല്പമല്ല, അതൊരു വിശ്വാസം. മുമ്പ് തട്ടുകൈകൾക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ 64 അടി കളരി, അതായത് അംഗക്കളരി, അത് 64 അടിയാണ് അതിന്റെ നീളം പറയുന്നത്. അതിന്റെ പകുതി വീതിയായിട്ട് ആ അംഗത്തട്ടിന് കൈമാറുമ്പോൾ നമ്മൾ നമ്മുടെ രക്ഷയ്ക്കും എല്ലാം വേണ്ടിയിട്ട് ഒരു ദക്ഷിണ കൊടുത്ത് അച്ഛൻ്റെ നിന്ന് വാങ്ങുന്നു. അതിനകത്ത് ചില ചതികള് പണ്ട് നടത്താറുണ്ട്. അപ്പൊ അംഗത്തട്ട് നോക്കാനായിട്ട് മാറ്റാൻ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ അയക്കും. കാരണം അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം പറ്റിയാല് അയാൾ വീണുപോയാൽ ആ സമയത്ത് നമുക്കൊരു ചതിവ് അതിനകത്ത് പ്രതീക്ഷിക്കാം. അപ്പൊ 2 പേർക്കും അംഗത്തിന് 2 പേരാണല്ലോ ഉണ്ടാവുന്നത്. 2 പേർക്കും സമ്മതമാവുന്ന ഒരു സ്ഥലത്താണ് ഈ അംഗത്തട്ട് പണിയുന്നത് പോലും. അതിന് ഒരു മേൽനോട്ടം ഉണ്ടാവും. ആ മേൽനോട്ടം നമുക്ക് വിശ്വസ്തനായ ആളെ കൊണ്ടായിരിക്കും ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വിശ്വാസമുണ്ട്, ഇതിനകത്തൊരു ചതിയുണ്ട്. അതുപോലെ അവര് വിശ്വസിച്ചിരുന്നതാണ് കളരിക്കകത്തും എന്തെങ്കിലും തരത്തില് അപായപ്പെടുത്താനായിട്ട്. ഈ പറഞ്ഞ പോലെ കളരിക്ക് കുറച്ചൊക്കെ ഒരു താന്ത്രികമായിട്ടൊക്കെ ഉള്ളൊരു ബന്ധമുണ്ട്, പൂജാവിധികൾക്കും ഉണ്ട്. അന്ന് ഈ ഉറുക്കുന്നൂലൊക്കെ ധരിക്കുന്ന ഇതൊക്കെ നമ്മള് കഥകളിലൊക്കെ കേട്ടിട്ടുണ്ട്, തച്ചുകൂടിയതെന്നൊക്കെ ആത്മരക്ഷയ്ക്ക് വേണ്ടി. അതുപോലെ കളരിക്കകത്ത് അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ ചില കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ നമുക്ക് അപകടം പറ്റും. അപ്പൊ കളരിക്കകത്ത് ഗുരുക്കളില്ലാത്തപ്പോൾ ഒരാൾ ഇറങ്ങരുത് എന്നുള്ള രീതിയിൽ അവര് കളരിപ്പയറ്റ പരിശീലനം അവസാനിപ്പിക്കുമ്പോൾ ഒരു താന്ത്രിക വിധി പ്രകാരം ഒരു കർമ്മം ചെയ്യാറുണ്ട്. അത് കളരിയുടെ പൂത്രയ്ക്ക് അഭിമുഖമായിട്ട് ഗുരുക്കള് പന്തിയിട്ടിരിക്കുക. നമ്മളെ കളരിയിലിരിക്കുന്നു, പന്തിയിട്ടിരുന്നതിന് ശേഷം ചില മന്ത്രങ്ങളൊക്കെ നിലത്ത് വരച്ച് ചെറുപടി കൊണ്ട് 3 പ്രാവശ്യം അടിച്ചിട്ട് ഒരു വൃത്താകൃതിയിലൊരു വര വരയ്ക്കും. എന്നിട്ട് ആ വര കണ്ടിന്യൂ ചെയ്ത് നമ്മൾ പുറകോട്ട് തിരിഞ്ഞ് അവസാനം ഇറങ്ങുമ്പോൾ ഗുരുക്കള് തിരിഞ്ഞിറങ്ങരുതെന്നാണ്. പൂത്രയ്ക്ക് അഭിമുഖമായി പുറകോട്ട് നടന്ന് അവസാനം ഈ വടി പൂത്രയുടെ അടുത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടാണ് തൊഴുത്തിട്ട് കയറുന്നത്. അങ്ങനെ അവസാനിപ്പിച്ച് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് കളരി ഇറങ്ങാൻ പാടില്ല. അങ്ങനെ ഇറങ്ങിയാൽ അയാൾക്ക് ദോഷം ഉണ്ടാകുന്നത്. കാരണം എല്ലാം നമ്മള് ഈ പറഞ്ഞ പ്രതിഷ്ഠയില് ആവാഹിച്ച്
ചെയ്തിരിക്കുന്നതാണ്. അതിനുശേഷം തന്നെ ഇറങ്ങാൻ ഉള്ള ഒരു ഇതുള്ളത് കുരുക്കൾക്ക് മാത്രമാണ്. ആ ബന്ധനം ഭേദിച്ചിറങ്ങി ആ വടിയൊക്കെ എടുത്ത് മാറ്റി പിന്നൊരു മന്ത്രം ഒക്കെ ജപിച്ച് നമ്മളതിനെ പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടാണ് പിന്നെ അടുത്ത ദിവസത്തെ പരിശീലനം ആരംഭിക്കുന്നത്. ഇങ്ങനെ രീതി പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മളൊന്നും ചെയ്യാറില്ല. കാരണം ഇപ്പൊ കളരിയില് രാവിലെ വൈകുന്നേരം നമുക്ക് ക്ലാസ് ഉണ്ട്. ഇതെല്ലാം സമയത്ത് ചെയ്യുക, അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഓരോ കാലത്തും ഓരോ വിശ്വാസങ്ങൾ നിലനിൽക്കുന്നതിന്റെ ഭാഗമായി തുടർന്നു കൊണ്ടുന്ന രീതിയാണ് ഗുരുക്കൾ ചെയ്യുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് നാളത്തേക്ക് ചിലപ്പോൾ നമ്മൾ പൈറ്റിനൊക്കെ പോകുന്ന, ഇപ്പൊ ഫ്രാൻസിലൊക്കെ പോയ സമയത്തൊക്കെ കളരി കുറച്ച് ദിവസമൊക്കെ അടച്ചിടേണ്ടി വന്നിരുന്നു. ആ സമയത്ത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെയാണ് ഞാൻ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഈ ഒരു മറുപടിയൊക്കെ എനിക്ക് ലഭിച്ചത്. പിന്നെ വായിച്ചപ്പോഴും ഒക്കെ ഇതാണ് എന്റെ സങ്കല്പം എന്ന്. അങ്ങനെ ഒരു റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ഗുരുക്കളെ ഈ പല സ്ഥലങ്ങളിലായിട്ട് ഈ വീരക്കൽ ദൈവങ്ങൾ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്താണ് ഈ വീരക്കൽ ദൈവം? വീരക്കൽ ദൈവം എന്ന് പറയുന്നതിനകത്തുള്ള വീരം ഉണ്ടല്ലോ, അത് വീരന്മാർ നമുക്ക് മുമ്പ് ഒരു ദേശത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പടപൊരുതി മരിച്ചുപോയ ഒരാളെ വീരനായി സങ്കല്പിച്ച് അദ്ദേഹത്തിന്റെ പേര്, സ്ഥലം, അദ്ദേഹം ചെയ്ത എന്താണോ മഹത്തായ കാര്യം അതൊക്കെ കൊത്തിവെച്ച് നമ്മള് സ്തൂപങ്ങളൊക്കെ സ്ഥാപിക്കില്ലേ, നമ്മളെ പ്രശസ്തരായ ആൾക്കാരെ പോലെ. അതിനു പകരം നമ്മുടെ നാട്ടുകാർ ചെയ്തിരുന്ന ഒരു രീതിയാണ് അവരുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഒരു കല്ല് സ്ഥാപിക്കുക. അത് സാധാരണ ഈ വഴിയുടെ പ്രധാന ഭാഗത്തൊക്കെ ആയിരിക്കും സ്ഥാപിക്കുന്നത്. എല്ലാവർക്കും എന്നും തൊഴാൻ പറ്റുന്ന ഒരു സങ്കല്പം ആയിട്ട് സ്ഥാപിക്കുക. അദ്ദേഹത്തിന്റെ ആയുധങ്ങൾ, അത് ഉപയോഗിച്ച ആയുധങ്ങൾ പല സ്ഥലങ്ങളിൽ വയ്ക്കാറുണ്ട്. നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാലൊക്കെ ഇതുപോലുള്ള വീരക്കൽ ഇതൊക്കെ കാണും. അതിന്റെ അടുത്തൊക്കെ ശൂലവും പാടും ഒക്കെ വെച്ചേക്കും. പിന്നെ ആൾക്കാർ വെച്ചതും ആവാം, അല്ലെങ്കിൽ ഇതേ ഉപയോഗിച്ചിരുന്നതും ആവാം. ആ ഒരു സങ്കല്പത്തിൽ വെക്കുന്നതാണ് വീരക്കൽ ദൈവങ്ങൾ എന്നത്. സംഘകാലത്തിനകത്ത് സംഘകൃതികളുണ്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരിക്കലും കളരിയെ ഈ പറഞ്ഞ സംസ്കൃതത്തിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഉത്തര കേരളത്തിലെ സങ്കല്പമായിട്ട് മാത്രം കാണാൻ പറ്റില്ല. മറ്റു പല സ്വാധീനങ്ങളും പല കാലഘട്ടങ്ങളിലും കളരിക്ക് ഉണ്ടായിരിക്കണം. ഈ സംഘകാലഘട്ടങ്ങളില് ഉള്ള രണ്ട് കൃതികളാണ് പുറനാനൂറ്, അകനാനൂറ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് പറയുന്ന പലതും ഈ അകനാനൂറിനകത്ത് പലതും ഈ പ്രേമ കാര്യങ്ങളൊക്കെ പോലെയാണ്. അതിനകത്തും അഭ്യാസിയെ തേടിപ്പോയ അല്ലെങ്കിൽ കാത്തിരിക്കുന്ന അദ്ദേഹത്തെ സ്നേഹിക്കുന്ന പെൺകുട്ടികളെ പറ്റിയും അവരുടെ അദ്ദേഹത്തെ പറ്റി വർണ്ണിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. പുറനാനൂറിൽ കൂടുതലും ഈ വീരന്മാരെ പറ്റി വർണ്ണിക്കുന്നതാണ്. അവരുടെ കാഴ്ചപ്പാട്, അവരുടെ അമ്മ, വീരമാതൃത്വം. അതായത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അമ്മയ്ക്കാണ്. കാരണം അങ്ങനെ ഒരു മകനെ പെറ്റു വളർത്തി ഒരു വീരനാക്കി വളർത്തുന്നത്. പൊന്മുടിയാർ ആണ് ഈ പുറനാനൂറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സങ്കല്പത്തിൽ ഒരു അമ്മയുണ്ട്, ഈ ഒരു വീരന്റെ അമ്മ. അവര് പറയുന്ന ചില വാക്കുകൾ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ മനസ്സിനെ ബാധിക്കുന്നതാണ്. അമ്മയായ ഞാൻ പെറ്റു വളർത്തണം, അച്ഛൻ നന്മ പഠിപ്പിക്കണം, കൊല്ലൻ വേല് പണിഞ്ഞു കൊടുക്കണമെന്ന് ആവർത്തിക്കുന്നത്. അത് പരിശീലിപ്പിക്കേണ്ടത് രാജാവാണ്. രാജാവാണ് അയാളെ പരിശീലിപ്പിക്കേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ മകന്റെ കടമ പറയുന്നുണ്ട്. യുദ്ധത്തിന് പോയി അക്രമകാരികളായ ആനകളെ പോലും തോൽപ്പിച്ച് ജയിച്ച് തിരികെ വരേണ്ടത് മകന്റെ കടമ. ഇതാണ് കാണുന്നത്. ആ മനസ്സ് അതാണ്. അപ്പൊ ഈ വീരാംഗനമാര് നമ്മൾ പറയുന്നത്, മകൻ ഇങ്ങനൊരു യുദ്ധത്തിൽ പോയി മരിച്ചാൽ പോലും അവർക്ക് കിട്ടുന്നൊരു സമൂഹത്തിൽ കിട്ടുന്നൊരു വില, അല്ലെങ്കിൽ ആ ഒരു അംഗീകാരം, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനെ ഒരു വീരമാതൃത്വമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതൊരു നഷ്ടമായിട്ടായിട്ടല്ല അവർ കാണുന്നത്. അതിനകത്താണ് നമ്മൾ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് പിന്നെ വടക്കൻ പാട്ടുകളിലൊക്കെ നമ്മളെ പച്ചപോലെ കെട്ടി വലിക്കുന്നതിന് എന്നൊക്കെ പറഞ്ഞ് പാടുന്നത്. അതായത് നമ്മൾ വടക്കൻ വീരകഥയെ പറയുന്ന പോലെ പുലയെടുപ്പ് നടത്തുക എന്നൊക്കെ പറയാറില്ലേ. അതായത് വീരമരണമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനകത്ത് മുൻവാളും പിൻവാളും എന്ന് പറയാറുണ്ട്. മുൻവാള് കൊണ്ടാണ് ഒരു യോദ്ധാവ് മരിക്കേണ്ടത്. അതായത് നേരിട്ട് വെട്ടി മരിച്ചാൽ അത് നാടിന് അഭിമാനവും വീടിന് അഭിമാനവുമായിട്ട് കാണുന്നു. പിൻവാളെന്ന് പറഞ്ഞാൽ പുറകെ നിന്ന് വെട്ടുകൊണ്ട് മരിക്കുന്ന ഒരാളെയാണെങ്കിൽ അയാളുടെ ശവശരീരം പോലും അംഗത്തെടുക്കാൻ കൈയാളാൻ ആൾക്കാരുണ്ടാവില്ല. ആ ഒരു തരത്തിലുള്ള വിശ്വാസം നിലനിന്നിരുന്ന ഒരു രീതിയാണ് ചേകവന്മാരും അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള യോദ്ധാക്കന്മാരും ഒക്കെ ഫേസ് ചെയ്യുന്നത്. ജയിച്ചവർക്ക് വളരെ വലിയ അംഗീകാരവും നഷ്ടപ്പെട്ടവർക്ക് അവരുടെ ആ ഒരു ഫാമിലിക്ക് തന്നെ, അവരുടെ കുടുംബത്തിന് തന്നെ വലിയൊരു നഷ്ടമായി മാറുന്നൊരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ഈ വടക്കൻ കളരിയുടെ സങ്കല്പം, പരശുരാമ സങ്കല്പത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഭംഗിയായി നമ്മുടെ ഒരു പദ്യം പോലെയൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ കോറിയിടുക. അത് പിന്നെ കേൾക്കുമ്പോൾ നമുക്കൊരു അഭിമാനം തോന്നും.
ആ എഴുത്തിനും കേൾവിക്കും ഒക്കെ അതിന് പ്രാധാന്യമുണ്ട്. പണ്ടല്ലോ പരശുരാമ മഹർഷി 166 കാതം ഭൂമിയും കടലോട് വാങ്ങിയാറെ 108 പ്രതിഷ്ഠകളും കഴിച്ച് പൊന്നിൻ കലശം വെച്ച് ഭൂമി തന്നെ ഇളക്കം തീർത്ത് 42 കളരികളും പണിത് നല്ല ആഠ്യരെ കൊണ്ടുവന്ന് പൂജാദികൾ ചെയ്യിപ്പിച്ച് പ്രതിഷ്ഠകളും കഴിച്ച് 21 ഗുരുക്കന്മാർക്കായി അനുഗ്രഹിച്ച് ഉപദേശിച്ച വിദ്യയെ പറയുന്നു വിധി പോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ആയോധന വിദ്യ പഠിപ്പിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ആ ഭൂമിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്ത് അതിന്റെ രക്ഷയ്ക്ക് വേണ്ടി, ആ ഒരു ഭൂമിയുടെ രക്ഷയ്ക്ക് വേണ്ടി കുറച്ച് ആൾക്കാർ തിരഞ്ഞെടുത്ത് പഠിപ്പിച്ച ഒരു വിദ്യയായിട്ടാണ് കളരിപ്പയറ്റിനെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനൊരു ആയോധന വിദ്യ കൈകാര്യം ചെയ്യുന്ന ഒരാൾ എല്ലാ കാലഘട്ടത്തിലും ആ ദേശത്തിന് പ്രാധാന്യം കൊടുക്കണം. അതൊരു കടമയായി അയാളുടെ ജീവിതത്തിൽ ഒരു എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നമ്മൾ അതിനകത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളായിരിക്കണം. അപ്പൊ കളരിപ്പയറ്റിനെ റെപ്രസെന്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ വേണ്ടി നമ്മളൊരു കൊടിയായിട്ട് കൊടി പിടിച്ച് നമ്മൾ നിൽക്കുമ്പോൾ അതിനെ അങ്ങേയറ്റം തീക്ഷ്ണതയോടുകൂടി അതിന് അല്പം പോലും ഒരു പോരാട്ട വീര്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗാംഭീര്യം കുറയാത്ത രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റിയാൽ അതാണ് നമ്മൾ ആ കലയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കർമ്മവും അതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു അർപ്പണവും അതായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ശരി. ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ കേട്ടത് കളരി എന്ന സങ്കല്പത്തെക്കുറിച്ച്, കളരിക്കുള്ളിൽ പ്രതിഷ്ഠിച്ച കളരി ദൈവങ്ങളെക്കുറിച്ച്, വീരക്കൽ ദൈവങ്ങൾ, വീരമാതൃത്വം എന്നിവയെക്കുറിച്ചുമാണ്. വീണ്ടും മറ്റൊരു അധ്യായത്തിൽ കണ്ടുമുട്ടാം.